സാധ്യമല്ല. ഇനി ഹുദാ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഹുദാ സ്കൂളുകളിലെ അധ്യാപകരിൽ നല്ല ഈ ദമ്മാജി സ്വാധീനമുണ്ട്. ദമ്മാജി സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വാദഗതികൾ ഉള്ള ആളുകളുണ്ട്. നിങ്ങൾ നിഷേധിച്ചാൽ അതിൻ്റെ രേഖ നമ്മൾ ഹാജരാക്കും. അവിടെയുള്ള പല അധ്യാപകരും പറഞ്ഞിട്ടുണ്ട്, അൽബയാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ആളുകൾ ഹിസ്ബികളാണ്. ആരെക്കുറിച്ച്? നദീർ സലഫിനെ കുറിച്ച്, അതേപോലെ തന്നെ ഹഫീസ് ഖാനെ കുറിച്ച്, ഇജാസ് സലാഹിനെ കുറിച്ച്, ഇവരെ കുറിച്ചിട്ട് ഹിസ്ബിയാണ് എന്ന് വരെയും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് കോളേജിൽ നിന്ന് വിടണമെന്ന് തീരുമാനിച്ച വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് അവർ ക്ലിയറായി. എന്താണ്? അങ്ങനെ വിളിച്ചിട്ട് അവിടെയുള്ള ഒരു അധ്യാപകനോട് ചോദിച്ചപ്പോൾ, ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞത്, നീ അവിടെ തൽക്കാലം നിന്നോ, ഇപ്പം നിനക്ക് വേറെ എവിടെയും പഠിക്കാനുള്ള അവസരം കിട്ടൂല, അതുകൊണ്ട് നീ അവിടെ നിന്നോളൂ. ഇപ്പം അവിടെ എന്ത് ചെയ്യുക, നീ ഇപ്പം പെട്ടെന്ന് ഇറങ്ങാൻ പോകണ്ട, നിനക്ക് വേറെ എവിടെ ഇപ്പം പെട്ടെന്ന് അതും ഇല്ലാണ്ടാവും ഇതും ഇല്ലാണ്ടാവും. സത്യത്തിൽ എങ്ങനെയായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടത്? ഞങ്ങളുടെ ഒപ്പമുള്ള ആൾ ഹിസ്ബി എന്ന് പറഞ്ഞ്, നമ്മളിപ്പോൾ ഷിയാബുസ്ഥാനെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ വീഡിയോയിൽ വന്നിട്ട് എത്ര ഇതിലാണ് പറയുന്നത്. നിങ്ങൾ ഈ സംസാരം ഇടുമ്പോഴും നിങ്ങൾ അവരുടെ വാദഗതികളിലേക്ക് പോയി എന്ന് നമ്മൾ പറയുന്നില്ല. ഇനി പോകുമോ എന്നറിയില്ല. ഈ നിമിഷം വരെ നമ്മളത് പറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഒരു വിദ്യാർത്ഥി വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളവിടെ തിരുത്തി കൊടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ അധ്യാപകരെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല? ഉസ്താദിനെ പോലെയുള്ള ആളുകൾ, വേറെയും ഹുദയിലെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് തർബീയിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, കേരളത്തിലെ ദമ്മാജി വാദഗതികൾ ഉള്ള പറഞ്ഞിരുന്ന ആളുകളുടെ ക്ലാസ്സുകൾ കേൾക്കുകയും, അതുപോലെ കേൾക്കുക എന്ന് മാത്രമല്ല അത് ഷെയർ ചെയ്യുന്നു, അതുമാത്രമല്ല, അതല്ല വിഷയം, അവരെ കൊണ്ടുവന്ന് ഹുദാ സ്കൂളിൽ പോലും പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. വേറെ സ്ഥലത്ത് നടത്തിയത് അത് വേറെ. പള്ളികളിലും മറ്റുമൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, ചില പള്ളികളിൽ പോയി ആ നാട്ടുകാരോട് പോയി ചോദിക്കും. നാട്ടുകാർക്ക് അറിയില്ല, അറിയാത്ത പാവങ്ങളായ നാട്ടുകാരെയാണ് പറ്റിച്ചത്. അതുകൊണ്ടാണ് നാട്ടുകാർ എന്ത് ചെയ്യാത്തത്, മനസ്സിലാക്കാത്തത്. നടത്തിയിട്ടുണ്ട്. എന്തിനേറെ, ഈ അടുത്തു നടന്ന ബാംഗ്ലൂർ നടന്ന ഒരു ക്യാമ്പിലേക്ക് വരെയും അഫ്താബ് ഉസ്താദിനെ പോലെയുള്ള ആളുകളുടെ സ്റ്റാറ്റസുകളിലേക്ക് നമുക്ക് കാണാം. ഞങ്ങൾ ഗ്രൂപ്പിലില്ല, സ്വതന്ത്രരാണെങ്കിൽ പിന്നെ എന്തേ സംഘടനയുമായി ഇത്രയും പ്രശ്നമില്ല, അവരെ ഇൻഹിറാഫ് ആരോപിച്ചിട്ടുള്ള, അവരുടെ ദഅവത്തിനെ വിമർശിച്ച ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളിപ്പോൾ പരിപാടി നടത്തുമ്പോൾ കാണുന്ന ഞങ്ങൾ എന്ത് വിചാരിക്കണം? അല്ലെങ്കിൽ നിങ്ങൾ പറയണം അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തിരുത്തണം. ഒന്നുകിൽ നിങ്ങൾ പറയണം ഞങ്ങൾ ആ പ്രോഗ്രാം നടത്തിയിട്ടില്ല, അത് ആരോപണമാണ്, എങ്കിൽ ആ നടത്തിയതിൻ്റെ പോസ്റ്റർ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതല്ല അവർ തിരുത്തി എന്നാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കങ്ങനെ വാദഗതികളില്ല എന്നാണെങ്കിൽ നിങ്ങളത് പറയണം. അപ്പോൾ നമ്മൾ അതിൻ്റെ രേഖ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഹാജരാക്കുന്നതാണ് എന്നുള്ളതാണ്. ഇനി ഹുദാ സ്കൂളിലെ തന്നെ ആളുകൾ പല വിദ്യാർത്ഥികളെയും തടഞ്ഞതിൻ്റെയും, അവിടെ പല വിദ്യാർത്ഥികളിലും ആ സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർ, കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അധ്യാപകരോട് ഒരു സ്നേഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ആ ഒരു രീതിയിലാണ് വിഷയങ്ങൾ എടുക്കുക. നാളെ നോക്കി ഈ അഫ്താബ് ഉസ്താദോ ഷിയാബ് ഉസ്താദോ പറഞ്ഞാൽ പോലും മനസ്സിലാകാതെ അല്ലെങ്കിൽ നിൽക്കാത്ത വിദ്യാർത്ഥികളാകും. ഇന്ന് ഒരുപാട് കുട്ടികൾ അവിടുന്ന് 70-ഓളം കുട്ടികൾ ഇപ്പോൾ അഡ്മിഷന് ഈ വർഷം വന്നിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവർ ഒഴിവായി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു തകക്കി, ഞാൻ അതിലേക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ വരാം. പല വിദ്യാർത്ഥി ഇപ്പോൾ ഹുദാ സ്കൂളിൽ അധ്യാപകർ പോലും പറഞ്ഞാൽ മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് നല്ലൊരു ശതമാനം കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിച്ച ഒരാൾ പുറത്തുള്ള ഒരാളിൽ നിന്ന് കേട്ടിട്ട് പോകുന്നതല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകർ ശരിയായില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. നിങ്ങൾ സംഘടനയിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലാതെ പ്രവർത്തിച്ചോളൂ. പക്ഷേ ഈ പറഞ്ഞ വാദഗതിക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട്, അത് ഇനി നാളെ നിങ്ങൾ സമായാലും അവരോട് പറഞ്ഞാൽ അവർ കേൾക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിച്ചോളൂ. ഇത്തരത്തിലുള്ള ആളുകളുടെ വാദഗതി നിങ്ങൾ കൊണ്ടുവരരുത്. നാളെ നിങ്ങൾ പറഞ്ഞാൽ പോലും കേൾക്കാത്തവരായി ഈ വിദ്യാർത്ഥികൾ മാറും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഹുമാന്യനായ സുബൈർ മങ്കട. ഇതൊക്കെ ആദ്യം ഇവിടേക്ക് കൊണ്ടുവന്ന ആൾ അദ്ദേഹമാണ്. 14 വർഷത്തോളം അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ക്ലാസ്സുകളും മറ്റുമൊക്കെ ആയി കൊച്ചി ഭാഗത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് മറ്റുമൊക്കെയായി അവരുടെ ഒരു ചെറിയ സ്ഥാപനം. മുമ്പ് നിലമ്പൂർ ഭാഗത്ത് അത്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് 14 വർഷത്തോളം സ്ഥാപനം നടത്തി എന്ന് പറഞ്ഞാൽ അത്രയും കാലമല്ല അവരുടെ പ്രവർത്തനം. അത്തിക്കാടേക്ക് നീങ്ങിയ അത് വേറെ സമയം.
അപ്പോൾ അത്രയും ശക്തമായി പ്രവർത്തിക്കുകയും ഇൽമു പഠിച്ചിട്ട് ദഅവത്ത് മതി എന്ന് പറഞ്ഞ് കുറേ ആളുകൾ അങ്ങോട്ടേക്ക് പോയി. അവസാനം ഫിത്ന അധികരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാം പിരിച്ചുവിട്ട് അവസാനം പള്ളിയിൽ ജുമാ നടന്നിരുന്ന പള്ളിയിൽ ഖുത്ബ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. 20ഓളം ഫാമിലികൾ പല നാടുകളിൽ നിന്ന് അവിടേക്ക് വന്നു. അവരെല്ലാവരും അതൊഴിവാക്കിയിട്ട് പോകാൻ പ്രയാസപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെയൊക്കെ അവസാനം എന്തായി? അതാ പറഞ്ഞത്, ഒരാൾ ദീനിൽ ശിദ്ദത്ത് കാണിച്ചാൽ ലയ്യുഷാദ്ദീന ഇല്ലാ ഗലബഹു എന്നാണ്. ആ ദീനിൽ ഒരാൾ ശിദ്ദത്ത് കാണിച്ചാൽ ആ ദീൻ അവൻ പിന്നെ ദീന്റെ മീത്തെ അതിര് കടന്നു പോകുന്നു. ഇനി നിങ്ങളെ കുട്ടികളോട് പറഞ്ഞാൽ പോലും അവർ ഉസ്താദിനെക്കാളും എന്ത് ചെയ്യും, മുകളിൽ സംസാരിക്കും. പിന്നെ നിങ്ങളെ പോലും കേൾക്കൂല. കമ്മിൻ താലിബിൻ ഫാഖ ഉസ്താദോ എന്ന് പറഞ്ഞില്ലേ, അത് ഒരുപാട് ഇന്നുണ്ട്. അതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. സുബൈർ മങ്കട 13 വർഷത്തോളം അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിച്ചു. അവസാനം എന്തുണ്ടായി? റിസൾട്ട് എന്തുണ്ടായി? ഒരുപാട് കുടുംബക്കാര്, ഫാമിലികൾ പല നാടുകൾ